ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ എന്തിനാണ് പോകുന്നതെന്നറിയോ? ഇന്ന് നമ്മൾ ഇവിടെ അടുത്ത് തന്നെ ഉള്ള ഒരു പെറ്റ് ഷോപ്പിൽ പോവുകയാണ്. പിന്നെ കാറ്റൊക്കെ അടിച്ചതിൻ്റെ മുടിയൊക്കെ ഇച്ചിരി കുളമായിട്ട് ഇരിപ്പോട്ടെ, അതൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. നമ്മളെന്തിനാണ് പോകുന്നത്? നമ്മളിന്ന് പെറ്റ് ഷോപ്പിലേക്കാണ് പോകുന്നത്. സോ എന്ത് പെറ്റാണ് ഞാൻ വാങ്ങാൻ പോകുന്നത്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകുന്ന വഴിയെ മനസ്സിലാവും. ഇവിടെ ജർമ്മനിയിൽ പെറ്റ്സിൻ്റെ സാധനങ്ങളും ഇല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പെറ്റ്സിനെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ പോകുന്ന ഒരു കടയാണ് ഫ്രസ്നാപ്പ് എന്നുള്ളത്. അല്ലാണ്ട് അവിടെ ഭയങ്കര എക്സോട്ടിക് ആയിട്ട് എന്തെങ്കിലും പെറ്റ്സ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇപ്പോൾ പോയി നോക്കാം. ഞാനിതിന് മുന്നേ അവിടെ പോയിട്ടുണ്ട്, പക്ഷേ ഇന്ന് നിങ്ങളെയും കാണിച്ചു തരാം. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്കും കാണുന്നത് തന്നെ നമ്മുടെ പെറ്റ്സിനെ ഇടാനുള്ള വീടുകൾ, അത് പെറ്റ്സിൻ്റെ വീടുകളെല്ലാം ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇനി അപ്പോൾ നമ്മൾ പെറ്റ് ഷോപ്പ് എത്തിയിരിക്കുകയാണ്. കണ്ടോ, ഇത് പെറ്റ്സിൻ്റെ ഫുഡും എല്ലാം സ്റ്റോർ ചെയ്തേക്കുന്ന സെൻറ്ററാണ്. പിന്നെ കുറച്ച് കൂടുകളൊക്കെ സൈഡിലുണ്ട്. ഈ കിളികളെയൊക്കെ കണ്ടോ, ഇതൊക്കെ വിൽക്കാനിട്ടേക്കുന്ന കിളികളാണ്. ഇതിൽ ഒരു കിളിക്ക് 90 യൂറോയാണ് വരുന്നത്, 90 യൂറോസ്. ഇന്നത്തെ റേറ്റ് അനുസരിച്ച് 1 യൂറോ 97 രൂപയാണ്. പിന്നെ ഇതും ഇവിടെയുള്ള കുറച്ച് വേറെ കിളികളാണ്. ഇത് ഒരെണ്ണത്തിന് 130 120 യൂറോസാണ് സ്റ്റാർട്ടിങ്. അതേപോലെ ഒരെണ്ണത്തിന് 220 ആയിട്ടുള്ളതും ഉണ്ട്. അത് ഇതിൽ ഇല്ലയെന്ന് തോന്നുന്നു. ആ വൈറ്റിനൊക്കെ 130യും റെഡിനാണെന്ന് തോന്നുന്നു 150യോ അങ്ങനെ എന്തോ വരുന്നത്. ഇത് കണ്ടോ, പിന്നെ ഇവിടെ കുഞ്ഞ് എലിയെ വാങ്ങാൻ കിട്ടുന്ന എലി പോലത്തെ ഒരു സാധനം. ഇതിന് 10 യൂറോയേ ഉള്ളൂ ഒരെണ്ണത്തിന്, അതായത് ഒരെണ്ണത്തിന് 1000 രൂപയുടെ അടുത്താവും. അവിടെ നിങ്ങൾക്ക് ആ വലിയ എലിയും കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അതിന് ഏകദേശം 22 യൂറോസാണ് വരുന്നത്. ആ കാണുന്ന ചുണ്ടെലിയെ വാങ്ങാനായിട്ട് നിങ്ങൾക്ക് ഏകദേശം 90 യൂറോസാണ് ആവുന്നത്. പിന്നെ ഇവിടെ കണ്ടോ, ഞാൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം, ഒരു മുയൽ. പണ്ട് തൊട്ട് ഇതിന് ഏകദേശം 75 യൂറോസ് ആവുന്നത്. ഇവിടെ ഓരോരോ കൂട്ടിലും ഇതേപോലെ പല ടൈപ്സ് ഓഫ് മുയൽസ് ഉണ്ട്. ഇതിനൊക്കെ 90 അല്ലല്ലോ 75 യൂറോയാവുന്നത്. പക്ഷേ ഈ മുയലിനെ വാങ്ങിച്ചാൽ ഞാൻ എവിടെ ഇടുമെന്ന് ഓർത്തിട്ടാണ്, അതുകൊണ്ടിട്ടാണ് ഞാൻ ഇപ്പം മുയലിനൊന്നും വാങ്ങാത്തത്. ആ കാണുന്ന ഓന്തിന് ഏകദേശം 230 യൂറോസാണ് പ്രൈസ് വരുന്നത്. എൻ്റെ കണ്ണ് കണ്ടോ. ഇതേപോലെ വേറെയും കൂടുതലായിട്ട് ഓരോ പല്ലിയും പഴുതാരയും ഓരോന്ന് കിടപ്പുണ്ട് കേട്ടോ ഇവിടെ. ഇത് കണ്ടോ, ഇവനെ കാണിച്ചു തരാനായിട്ടാണ് ഞാനിന്ന് വന്നത്. ഇത് ഒരു ആൽബിനോ പൈത്തണാണ്. ഇവന് ഏകദേശം 550 യൂറോയുടെ അടുത്താണ് വരുന്നത്. 550 യൂറോ, 50,000 രൂപ ഇവനെ വാങ്ങാൻ. കണ്ടോ, ഇവൻ്റെ കൂട് മൊത്തവും ഇതേപോലെ സ്കിന്ന് ഷെഡ് ചെയ്തിട്ടിട്ടുണ്ട്. തമ്മിൽ കണ്ടപ്പോൾ നിങ്ങളെന്താ കരുതിയേ ഞാൻ ആൽബിനോ പൈത്തണ വാങ്ങാൻ വന്നതെന്നോ? അത്രയ്ക്ക് വട്ടൊന്നും ഇല്ല കേട്ടോ ഒരു പാമ്പിനെ വളർത്താനായിട്ട്. ഇല്ല, അത്രയും ധൈര്യശാലിയാണ് ഞാനെന്ന് എങ്ങും ഞാൻ സമ്മതിച്ചിട്ടില്ല ഒരു പാമ്പിനെ വളർത്താനായിട്ട്. സോ നമ്മൾ ആൽബിനോ പൈത്തണ വാങ്ങാനല്ല നമ്മൾ ആക്ച്വലി ഇന്ന് ഇവിടെ വന്നേക്കുന്നത്. നമ്മൾ വന്നേക്കുന്നത്, ഞാനൊരു ബൗൾ കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത് വെച്ചായിരുന്നു. ആ ബൗളിലേക്ക് 2 മീനിനെ വാങ്ങാനാണ്. ഞാനതുകൊണ്ട് മീനിനെ കാണിച്ചു തരാം. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മൾ വാങ്ങിച്ച് വളർത്തിയാൽ പോരെ. ഒരു പാമ്പിനെയൊക്കെ വളർത്തണോ ഞാൻ? അതിനും വേണ്ടി ഞാനായിട്ടില്ല, അത് വേറെ കഴിവുള്ളവരൊക്കെ ചെയ്തോട്ടെ, എനിക്കതൊന്നും പറ്റത്തില്ല. ഞാനതുകൊണ്ട് ഈ കാണുന്ന ഇത്രയും മീനുകളെന്ന് കണ്ടോ, ഇത്രയും മീനുകളെന്ന് ബൗളിൽ ഇടാൻ പറ്റുന്നൊരു മീനെ കണ്ടുപിടിക്കട്ടെ. കുറച്ച് മീനിനെ കാണിച്ചു തരാം. ഇവിടുത്തെ ഗപ്പിയാണ്, കുറച്ച് ഗോൾഡ് ഫിഷ് പോലത്തെ എന്തൊക്കെ മീനുകൾ, കുഞ്ഞു കുഞ്ഞു മീനുകൾ. ഇത് നോക്കിയേ, ഈ ഒരു മീനിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 95 യൂറോസ്. ഈ ഒരൊറ്റ മീനിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. ആ കുഞ്ഞു കുഞ്ഞ് ഷ്രിംപ്സിനെ കണ്ടോ, അതൊരു വെറൈറ്റി ആയിരിക്കത്തില്ല, നല്ല രസമുണ്ട് അതിന്. എനിക്ക് നേരത്തെ തൊട്ടേ ഒരു കണ്ണുണ്ടായിരുന്നു അത് ഷ്രിംപ്സിനെ വളർത്താൻ.
ഇതൊന്ന് പരീക്ഷിച്ചാലോ. ഇതാകുമ്പോൾ ഫിൽറ്ററും വേണ്ട. ബീറ്റ ഫിഷ് നല്ലൊരു ഓപ്ഷനാണ്, പക്ഷെ അത് 6 അല്ലേ ഉള്ളൂ. ഇതാകുമ്പോൾ ഒരു 2-3 വാങ്ങിച്ചിടാമല്ലോ. നോക്കട്ടെ. ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ ഓർത്ത്, ഇത് കണ്ടോ ബൗളിലൊക്കെ വയ്ക്കുന്ന അല്ലെങ്കിൽ അക്വേറിയത്തിലൊക്കെ വയ്ക്കുന്ന കുറേ ടോയ്സും വലിയ വലിയ ഡ്രിഫ്റ്റ് വുഡും ചെറുതും എല്ലാം അപ്പുറത്തിരിപ്പുണ്ട്. അതും കൂടെ ഒക്കെ ഒന്ന് നോക്കാം അല്ലേ. ഇതെങ്ങനെയുണ്ട് എൻ്റെ കുഞ്ഞി ഡെക്കോറ്? ഇയാളെ ഞാൻ എൻ്റെ ഇടയിൽ നിന്ന് കണ്ടുപിടിച്ചത്. ഈ സ്ട്രേഞ്ചർ തിങ്സിൽ കാണുന്ന പോലത്തെ ജീവി എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്കാർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിൻ്റെ പേരൊന്ന് എനിക്ക് പറഞ്ഞു തന്നേക്ക്. ഓക്കെ, അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ പെറ്റിനിടാൻ പോകുന്ന സാധനം. പിന്നെ ഞാൻ പ്രതീക്ഷിച്ച പോലെ തന്നെ എനിക്ക് അവിടെ ചെന്നാൽ വേറെ കൺഫ്യൂഷൻസ് ഒന്നും ഉണ്ടായില്ല. കാര്യം ബൗളായതുകൊണ്ട് തന്നെ നമുക്ക് ഫിൽറ്റർ ഇല്ലാണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മീനിനെ വേണം ഇടാൻ. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ല, അത് ഫൈറ്റർ ആയിരിക്കാം, ഇല്ലെങ്കിൽ ഷ്രിമ്പ് ആയിരിക്കാം, അങ്ങനെ എന്തെങ്കിലും മീനായിരിക്കും ഞാൻ ഡിസൈഡ് ചെയ്തതെന്ന്. ഞാൻ ലാസ്റ്റ് ഷ്രിമ്പിനെ തന്നെ ഡിസൈഡ് ചെയ്തു. ബിക്കോസ് നാട്ടിൽ വെച്ച് ഞാൻ ഫൈറ്ററിനെ വളർത്തിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് തോന്നി ഒരു വെറൈറ്റിക്ക് ഷ്രിമ്പ് ആവാന്ന്. പക്ഷെ ഞാൻ നാട്ടിൽ വെച്ച് 2 ലോബ്സ്റ്ററോ എന്താ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല, ഞാൻ മറന്നുപോയി. 2 വെളുത്ത ഷ്രിമ്പും അല്ല ലോബ്സ്റ്ററും അല്ലാത്ത ഇത്ര ഉള്ളൊരു സാധനത്തിനെ കൂടെ ഞാൻ വളർത്തിയിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണ ഞാനൊരു വെറൈറ്റിക്ക് ഷ്രിമ്പ് എടുത്തു. അപ്പോൾ ഷ്രിമ്പും പിന്നെ ആ അക്വേറിയം ഡെക്കറും അതും കൂടെ എനിക്ക് ഏകദേശം 27 യൂറോ അടുപ്പിച്ചായത്. പിന്നെ ഈ ബൗള് എനിക്ക് ഗീവ് അവേക്ക് കിട്ടിയതാണ്. അതുകൊണ്ട് എനിക്ക് ഇതിന് ഫ്രീ ആയിട്ട് കിട്ടിയത്. ഇതിൽ പൈസ ഒന്നും ആയിട്ടില്ല. പക്ഷേ ഈ മീനും ഈ 2 ചെടിയും ഞാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പം എനിക്ക് തോന്നുന്നു ഈ ഒരു കുഞ്ഞ് ബൗള് സെറ്റ് ചെയ്യാൻ തന്നെ ഏകദേശം 45 യൂറോസിൻ്റെ അടുത്താണ് കണ്ട് എനിക്കായി. നാട്ടിൽ ഈ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ അക്വേറിയം തന്നെ സെറ്റ് ചെയ്യാം, കുറേ മീനെ വാങ്ങിച്ചിട്ട്. അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഇതാണ് എൻ്റെ ഷ്രിംസിൻ്റെ പാക്കിംഗ്. കവറിൻ്റെ അകത്ത് നാട്ടിൽ കിട്ടുന്ന പോലെ തന്നെ ഒരു കവറിൽ കെട്ടി തന്നെയാണ് ഇവിടെ മീൻ തരുന്നത്. എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് മീൻ കൊടുക്കുന്നത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചു തന്നത് ഇയാളെ കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇയാളെ കൂടെ ഞാൻ വാങ്ങിച്ചു. പിന്നെ വാങ്ങിച്ചതാ ഈ ഷ്രിമ്പിൻ്റെ ഫുഡാണ് വാങ്ങിച്ചത്. ഇത് 3 കൂടെ, ഈ ഷ്രിമ്പും ഇതും ഈ ഡെക്കോറും കൂടെ ഞാൻ പറഞ്ഞ 27 യൂറോയാന്ന് പറഞ്ഞത്. ഇതിൽ ഒരു ഷ്രിമ്പിന് വരുന്നത് 3 യൂറോ സംതിങ് എന്തോ ആയത്. ഞാൻ ഒരു 5 ഷ്രിമ്പിനെ വാങ്ങിച്ചിട്ടുണ്ട്, കൊഞ്ച്. സോ ആദ്യമേ നമ്മൾ മീന ഈ വെള്ളത്തിലേക്ക് ഇറക്കി വിടത്തില്ല. ആദ്യം ഈ ടെമ്പറേച്ചറും ആ ടെമ്പറേച്ചറും കൂടെ സെറ്റ് ആവാനായിട്ട് നമ്മൾ കുറച്ച് നേരം ഷ്രിമ്പിനെ ഈ വെള്ളത്തിൽ ഇങ്ങനെ തന്നെ ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞ് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ തുറന്നു വിടാം. ഓക്കെ, അപ്പോഴത്തേക്കും വെള്ളം ടെമ്പറേച്ചറൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആവുമായിരിക്കും ഷ്രിമ്പിന്. നോക്കാം നമുക്ക്. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. തരാം. ഇവിടെയുള്ള 2 പേരുടെ ഒരു സ്നീക്ക് പീക്ക് തരാം. അതായത് എനിക്ക് 2 പെറ്റ്സ് കൂടെ ഈ റൂമിലുണ്ട്. അവരെ ഞാൻ പരിചയപ്പെടുത്താം. ഒരു ദിവസം, അത് ഇന്നല്ല, അടുത്ത വല്ല അടുത്ത വ്ളോഗിൽ ഞാൻ പരിചയപ്പെടുത്താം. അത് എൻ്റെ പുറകെ കാണുന്ന ഈ 2 കൂടുകളിലായിട്ടാണ് അവർ താമസിക്കുന്നത്. സോ അവരെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്താം. ഇപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ അവർ നല്ല ഉറക്കമാണ്. നെക്സ്റ്റ് വീഡിയോയിൽ അവരെ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇങ്ങോട്ടേക്ക് റിലീസ് ചെയ്യാം. ഇനി നമുക്ക് ഇവരിതിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇത് കണ്ടോ, നമ്മളിതാ ഇവിടെ കൊഞ്ചിനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൊഞ്ച് വളരെ ചെറുതായതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല കൊഞ്ചിനെ. ആ ചെറിയ വാങ്ങിച്ച ഡെക്കോറും ചെടിയും എല്ലാം ആയിട്ട് ഇതാ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എൻ്റെ ആദ്യത്തെ വ്ളോഗ്. ഇനി വ്ളോഗുകൾ ഉണ്ടാവുമോ ഇല്ലയോ അതുപോലും എനിക്കറിയത്തില്ല. എന്നാലും ഇനി കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ, സീ യു.